നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീഷ്മ. നമുക്ക് മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് മോരുകറി. എന്നാൽ ഈ ഒരു കർക്കിടക മാസത്തിലും തണുപ്പുള്ള സമയങ്ങളിലൊന്നും നമ്മൾ ഈ മോരുകറി, തൈര് ഇതൊന്നും നമ്മൾ അധികം ഉപയോഗിക്കാറില്ല. എന്നാൽ ഈ ഒരു കർക്കിടക മാസത്തില് നമ്മൾ ഒരു മോരുകറി ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് മെഡിക്കേറ്റഡ് ആയിട്ടുള്ള മോരുകറിയാണ്. ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അടുത്ത ഒരു വർഷത്തേക്കുള്ള ആരോഗ്യം ലഭിക്കാനായിട്ട് സഹായിക്കുന്നതാണ്. രോഗപ്രതിരോധ ശേഷി ലഭിക്കാൻ നല്ലതാണ്. നമ്മൾക്ക് ദഹന സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും മാറാനായിട്ടും നമ്മളുടെ ദഹനത്തിനെ ഉത്തേജിപ്പിക്കാനായിട്ടും വാദം കുറയ്ക്കാനായിട്ടും സഹായിക്കുന്ന രീതിയിലുള്ള ഒരു മോരുകറിയാണിത്. ഇതിലുപരി ഇത് ഉദര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും, അതുപോലെ കൃമിയുള്ള ആൾക്കാർക്ക്, മലബന്ധം ഉള്ളവർക്ക്, ഇടയ്ക്കിടയ്ക്ക് വയറ്റിൽ നിന്ന് പോകുന്ന പ്രശ്നമുള്ള, അതായത് ഈ IBS പോലെയുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക്, ഇവർക്കെല്ലാം നല്ലൊരു സൊല്യൂഷനാണ് ഈ ഒരു മോരുകറി. ഇതിന് നമ്മൾ മുക്കുടി എന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. ഇത് ഒരുപാട് ധന്വന്തരി അമ്പലങ്ങളില് നിവേദ്യമായിട്ടൊക്കെ നൽകാറുള്ളതാണ്. അതുപോലെ വടക്കൻ കേരളത്തിലേക്ക് പ്രസവശേഷം അമ്മമാർക്ക് ഒരു ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ടും മുലപ്പാല് വർദ്ധിക്കാനായിട്ടും ഒക്കെ ഇതൊരു മെഡിസിൻ പോലെ അവിടെ കൊടുക്കാറുണ്ട്. നമ്മളിത് കർക്കിടകത്തിൽ തന്നെ കഴിക്കാൻ പറയുന്നത്, കർക്കിടക മാസം നമുക്കറിയാം പൊതുവെ എല്ലാ രോഗങ്ങളും കൂടുതലായിട്ട് കാണുന്ന ഒരു സമയമാണ്. രോഗപ്രതിരോധ ശേഷി കുറവാണ്. നമ്മൾക്ക് എപ്പോഴും ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, വാത സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ ഇതിനെ എല്ലാം മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒരു മോരുകറിയാണിത്. ആയുർവേദ പ്രകാരം മന്ദാഗ്നിയാണ് എല്ലാ രോഗങ്ങളുടെയും കാരണം. അതുകൊണ്ട് തന്നെ ഈ ഒരു അഗ്നിയെ ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ ചികിത്സയിൽ ആദ്യമായിട്ട് ചെയ്യേണ്ടത്. ഈ ഒരു മോരുകറി ഉപയോഗിക്കുന്നത് വഴി നമ്മളുടെ സെക്കൻഡ് ബ്രെയിൻ ആയിട്ടുള്ള നമ്മളുടെ ഗട്ടിന്റെ ഹെൽത്തിന് സഹായിക്കും. ഗട്ടില് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മൈക്രോബയോമിനെ ഉണ്ടാക്കാനായിട്ടും ഇത് സഹായിക്കുന്നതാണ്. ഇത് കഴിക്കാൻ തുടങ്ങുന്ന ആൾക്കാർക്ക് ആദ്യമായിട്ട് കഴിക്കാൻ ഏറ്റവും നല്ല മാസം കർക്കിടക മാസമാണ്. ഇതൊരു 3 ദിവസം മുതൽ 5 ദിവസം വരെ നമുക്ക് കഴിക്കാം. ഇതിനുശേഷം കർക്കിടക മാസത്തിൽ മാത്രമല്ല, അതിനുശേഷം നമുക്ക് എല്ലാ മാസത്തിലും ഒരു 2 ദിവസം എന്നുള്ള രീതിയിൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ച് പോകാവുന്നതാണ്. ഇതിനു വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് വെണ്ണ മാറ്റിയെടുത്ത മോരാണ്. അതായത് തൈര് അതില് കടഞ്ഞെടുത്ത് വെള്ളം ഒഴിച്ച് കടഞ്ഞെടുത്ത് അതിന്റെ വെണ്ണ പൂർണ്ണമായിട്ട് മാറ്റിയെടുത്തിട്ടുള്ള മോരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഈ മോര് ഒരുപാട് പുളിയുള്ളതാവരുത്, എന്നാൽ തീരെ പുളി കുറഞ്ഞു പോയതും ആകരുത്. ഇതിലേക്ക് നമ്മൾ ദശപുഷ്പങ്ങൾ ചേർക്കാം. അത് ഏതൊക്കെയാണ് ലഭ്യമായിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വേറെ കുറച്ച് പൊടിമരുന്നും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് ഈ മോര് കാച്ചിയെടുക്കുന്നത്. ഈ ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. കറുക, മുക്കുറ്റി, കയ്യൂന്നി, ചെറുള, വിഷ്ണുക്രാന്തി, തിരുതാളി, പൂവാങ്കുരുനില, ഉഴിഞ്ഞ, നിലപ്പന, മുയൽ ചെവിയൻ. ഇതെടുക്കുമ്പോൾ ഒന്നുകിൽ ഈ ഇലകളുടെ എല്ലാം നീരുകൾ എടുക്കാം, ഇല്ല എങ്കിൽ ഇത് ചെറുതായിട്ട് അരിഞ്ഞ് നമ്മൾ തോരനൊക്കെ എടുക്കുന്നത് പോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി വേണ്ടത് ഇഞ്ചി എടുക്കാം, പച്ച ഇഞ്ചിയായിട്ട് എടുക്കാം, ഇല്ല എങ്കിൽ ചുക്കുപൊടി എടുക്കാം, കുരുമുളക് പൊടി എടുക്കാം, ജീരകപ്പൊടി, അയമോദകത്തിന്റെ പൊടി, അതുപോലെ തന്നെ മല്ലി പൊടിച്ചതും കൂടെ. ഇത്രയാണ് നമുക്ക് വേണ്ടത്. ഇതെല്ലാം ഒരു 1/4 ടീസ്പൂൺ വീതം എടുത്താൽ മതി. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ദശപുഷ്പങ്ങൾ, അല്ല എങ്കിൽ അതിന്റെ നീരെടുത്ത് വെച്ചത്, ഇതെല്ലാം കൂടെ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്കാണ് നമ്മൾ വെണ്ണ മാറ്റി വെച്ചിരിക്കുന്ന മോര് ചേർക്കേണ്ടത്. കാരണം മോരല്ലാതെ നമ്മൾ തിളപ്പിക്കാനായിട്ട് പാടില്ല, അത് പിരിഞ്ഞു പോകും, അതെല്ലാവർക്കും അറിയാം. ഇതില് നമുക്ക് ഉപ്പിന് പകരം ഇന്ദുപ്പ് ചേർക്കാം. ഇത് നമ്മൾ ഒരു മോര് കറിയാക്കി എടുത്തതിന് ശേഷം രാവിലെ വെറും വയറ്റിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. 3 മുതൽ 5 ദിവസം വരെ നമുക്ക് ഈ ഒരു കർക്കിടക മാസത്തിൽ കഴിക്കാവുന്നതാണ്. വലിയ ആൾക്കാരാണെങ്കിൽ 1 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 100 മില്ലി എന്നുള്ള രീതിയിൽ എടുക്കുക. അതിൽ പ്രായം കുറഞ്ഞവരാണെങ്കിൽ ചെറിയ ആൾക്കാർക്കൊക്കെ നമുക്ക്, കുട്ടികൾക്കൊക്കെ ഒരു 1/2 ഗ്ലാസ് വീതം കൊടുക്കാവുന്നതാണ്. തീരെ കൊച്ചു കുഞ്ഞുങ്ങൾക്കും കൊടുക്കാം. അവർക്ക് അതിനനുസരിച്ച് ഡോസിൽ കുറച്ച് വ്യത്യാസം വരുത്തും. ഒരു 2-3 സ്പൂൺ എന്നുള്ള രീതിയിലൊക്കെ കൊടുത്താൽ മതി. ഇനി ഇത് കർക്കിടക കഞ്ഞി കഴിക്കുന്നവരാണെങ്കിൽ ആ കഞ്ഞിയിൽ ചേർത്തിട്ടാണെങ്കിലും കഴിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവര് തേങ്ങാപ്പാൽ ഉപയോഗിച്ച് കർക്കിടക കഞ്ഞി അതിൽ ചേർക്കുന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ആ സമയത്തൊന്ന് ഒഴിവാക്കാവുന്നതാണ്. ഇത് പ്രായഭേദമന്യേ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ്. ആ എടുക്കുന്ന ഒരു ഡോസിന്റെ കാര്യത്തിലൊന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. അതുപോലെ തന്നെ ഇത് മുലപ്പാൽ വർദ്ധിക്കാൻ സഹായിക്കുന്നത് കൊണ്ട് തന്നെ പ്രസവിച്ചു കിടക്കുന്ന അമ്മമാർക്കും ഉപയോഗിക്കാവുന്നതാണ്.